ബഹുമാന്യനായ ഫിറോസ് കുന്നപ്പറമ്പിൽ അവരുടെ മൈക്ക് പോഡിയയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സുന്ദരമായ ഒരു വേദിയിലാണ് ഞാൻ നിങ്ങളൊക്കെ സാക്ഷിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. 10 പെൺകുട്ടികളുടെ വിവാഹം ഇവിടെ പ്രിയപ്പെട്ട ലത്തീഫ്ക്ക് നടത്തി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വേദിയിൽ വെച്ചിട്ടല്ലാതെ തന്നെ അതിനേക്കാൾ ഒരുപാട് പെൺകുട്ടികൾക്ക് മംഗല്യ ഭാഗ്യമൊരുക്കിയ ഒരു മനുഷ്യനാണ്. എനിക്കറിയാൻ സാധിച്ചത് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആര് അദ്ദേഹത്തെ പോയി കണ്ടാലും അദ്ദേഹത്തിന് കഴിയുന്ന രീതിക്കൊക്കെ സഹായിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണെന്നുള്ളത്. ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഫയാസ് ഉണ്ടായിരുന്നു. ഫയാസും അതുപോലെ തന്നെ നിസാമി ഉസ്താദൊക്കെ എന്നെപ്പോലെ അതാത് നാടുകളിലൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്. അപ്പം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഫയാസ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഏത് വീഡിയോ ഒരു രോഗിയുടെ പോസ്റ്റ് ചെയ്താലും ലത്തീഫ്ക്ക് ആദ്യം 25,000 രൂപ അതിലേക്ക് അയക്കും. എന്നിട്ടേ മറ്റുള്ള ആളുകളെ കൊണ്ട് പൈസ അയപ്പിക്കുന്ന ആ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതായത് തുടക്കം അദ്ദേഹത്തിൻ്റേതായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കല്യാണത്തിൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു സമൂഹ വിവാഹം എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ട് ഒരു 10 പെൺകുട്ടികളുടേതാണെങ്കിലും മുഴുവനായിട്ടും 30-നും മുകളിൽ പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ശരിക്കും അള്ളാഹു അർഹതപ്പെട്ട കൈകളിലേക്കാണ് സമ്പത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ? കുറേ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, അത് ഇതുപോലെ ചെലവഴിക്കാനും സാധിക്കണം. എന്താണെങ്കിലും ലത്തീഫ് കയെ പോലെയുള്ള ഒരാളുടെ ഈ ഒരു പരിപാടിക്ക്, ഞാൻ പാലക്കാട്ടിൽ നിന്ന് വരിക, അത്രയും ദൂരെ നിന്ന് ഈ ഒരു പരിപാടിക്ക് ഞാൻ എത്തിയത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മ കണ്ടിട്ട്. ഞങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് ആളുകളെ കാണുന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ നാടിന് തന്നെ വലിയൊരു സമ്പത്താണ്. സാധാരണ നമ്മൾ പലയിടത്തും കാണാറുള്ളത് ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക, താഴേക്ക് ഇറക്കാൻ, അല്ലെങ്കിൽ ഒന്ന് മോശമാക്കാൻ, അതല്ലെങ്കിൽ ഒന്ന് മാറ്റി നിർത്താനൊക്കെ വലിയ ഒരു വിഭാഗം ശ്രമിക്കുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരം ശ്രമങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ തോൽവി, അതല്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് തന്നെയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇതുപോലുള്ള ആളുകൾക്ക്, ലത്തീഫ് കയെ പോലെയുള്ള ആളുകൾക്ക്, ലത്തീഫ് കാക്ക് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്കുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ സഹായിച്ച് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണം. കാരണം ഈ നാട്ടിൽ ഇനിയും നിർധനരായ എത്രയോ മക്കളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ ഒരു താങ്ങും തണലുമായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. സമയം ഇല്ല എന്നൊക്കെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞു കേട്ട്. എന്താണെങ്കിലും ഒരുപാട് ആളുകൾ ഇനിയും സംസാരിക്കാനുണ്ട്. ഇങ്ങനൊരു വേദിയിൽ സംസാരിക്കാൻ സാധിച്ചതിൽ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചുള്ള സന്തോഷം അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.